ആക്ഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അമാനുഷികമായിട്ട് ആക്ഷൻ അല്ല, മാനുഷികമായിട്ടുള്ള ജെനുവിൻ ആക്ഷൻ, നാച്ചുറൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് 1000 പേര് തെറിക്കത്തൊന്നുമില്ല. ജെനുവിനായിട്ട് ആക്ഷൻ, ജെനുവിൻ ക്രിയേഷൻ. എല്ലാത്തിലുപരി ഇതിനൊരു ഹാപ്പി എൻഡിങ് ആണ്. അതാണ് മനസ്സ് നിറഞ്ഞു പോവാം നമുക്ക്. പിന്നെ സെന്റിമെന്റ്സ്, ലവ്, റൊമാൻസ്, ആക്ഷൻ, ഗംഭീര. മൾട്ടി എത്തരത്തിലുള്ള പടമാണ്? ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ? കുട്ടികൾക്ക് കാണാൻ പറ്റുമോ? അതിൽ ലവ് ഇമോഷൻസ് എല്ലാം ഉണ്ട്, മിക്സഡ് ഇമോഷൻസ് എല്ലാം ഉണ്ട്. അടിയുണ്ട്, ലവ്, ഫാമിലി കണക്ഷൻ, ബോണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ തമിഴും ഇതിൽ പടത്തിലുണ്ടെന്ന് തമിഴ് പാലക്കാട് ബേസ്, അങ്ങനെ ഒരു റീജിയൻ ബേസ് അടിപൊളിയായിരുന്നു. അൽഫോൺസ് പുത്രൻ അഭിനയിച്ചിട്ടുണ്ട് പടത്തിൽ. പുള്ളി എങ്ങനെയുണ്ട്? പുള്ളി നൈസായിരുന്നു. കോമഡി ഒക്കെ ഉണ്ടോ പടത്തിൽ? കോമഡി ഒക്കെ ഉണ്ട്, കാണാം, എല്ലാവർക്കും പോയി കാണാം. എല്ലാവരും നല്ല കുറെ ലോങ് ബാക്ക് ആയതുകൊണ്ട് ആക്ഷൻ എല്ലാം കൂട്ടുക. പൂർണിമ മാം ഒക്കെ എങ്ങനെയുണ്ട്? ആരുടെ പെർഫോമൻസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത്? എല്ലാവരും നല്ലതാണ്, നിങ്ങൾ പോയി കണ്ടിട്ട് അഭിപ്രായം പറയൂ. ആക്ഷൻ രംഗങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാണ്, കുറച്ചും കൂടി വ്യത്യാസമാണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, എനിക്ക് നല്ലൊരു കംബാക്ക് ആയിട്ട് തോന്നി. ഈ ആർഡിഎക്സിന് ശേഷമാണല്ലോ ഇത്തരത്തിലൊരു ആക്ഷൻ പടമായിട്ട് വരുന്നത്. അപ്പൊ അതെങ്ങനെയുണ്ട്? വർക്കായോ ആക്ഷൻ പരിപാടി? നല്ല വാച്ചിങ് ആണ്, എല്ലാവരെയും ഇഷ്ടമാവും. പിന്നെ പൂർണിമ മാം ഒക്കെ ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു, നല്ല റോളായിരുന്നു. ആക്ച്വലി കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവരും പോയി കാണണ്ടേ. അടിപൊളിയായിരുന്നു ആക്ച്വലി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളി. അടി സീനാണെങ്കിലും എല്ലാം. സായി ഫസ്റ്റ് ആണ് ഒരു പടത്തിൽ വർക്ക് ചെയ്യുന്നത് ആസ് എ മ്യൂസിക് ഡയറക്ടർ. അതപ്പോൾ എങ്ങനെയുണ്ട് പാട്ടുകളൊക്കെ? ഒരു പാട്ട് റിലീസ് ആയിട്ടുള്ളായിരുന്നു, ജാലക്കാരി പാട്ടൊക്കെ ഭയങ്കര ഡാൻസ് ട്രെൻഡിങ് ആയിരുന്നില്ലേ? അല്ല, എന്താ ഒരു പാട്ട് ഓൾറെഡി ഒഫീഷ്യലായിട്ട് റിലീസ് ആക്കിയിട്ടുള്ളൂ. ബാക്കി അപ്പം പണം കണ്ടപ്പം പാട്ടുകൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ആക്ച്വലി നല്ല അടിപൊളി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. കാണാനുള്ളവരോടൊക്കെ എന്താ? എല്ലാം കൊണ്ട് സൂപ്പർ എന്റർടൈൻമെന്റ് എന്തായാലും ഹിറ്റ് ആയിരിക്കും. ഒരു ഹിറ്റൊക്കെ ചെയ്തു വിടും, കാരണം യാതൊരു ലാഗ് ഒന്നുമില്ല. അവർ നന്നായിട്ട് മാർക്കറ്റിലുണ്ട്. എല്ലാം കൊണ്ട് സൂപ്പർ എന്റർടൈൻമെന്റ് ആണ്, വലിയൊരു ഹിറ്റായി. എത്ര സ്റ്റാർ കൊടുക്കുക? 5 ഞാൻ 4.8 വരെ കൊടുക്കും. അത്രയും നല്ല മൂവിയാണ്, യാതൊരു ലാഗ് ഒന്നുമില്ല. നല്ല മെസ്സേജും ഉണ്ട്. കബഡി സ്പോർട്സിലെ കാണിക്കുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. അടിപൊളിയാണ്. ആക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ഷൻ സൂപ്പറാണ്. ആക്ഷൻ കൊറിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് കാരണം അടിപൊളി. ഈ ആർഡിഎക്സിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ടോ? വേറൊരു മൂഡ്, ഒരു സ്പോർട്സ് മൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗില്ലി മോഡൊക്കെ സാധനം, അങ്ങനത്തെ സാധനമൊക്കെ ഗില്ലി സ്വാഗൊക്കെ ഉണ്ട്. അതുപോലത്തെ സാധനമൊക്കെ വരുന്നുണ്ട്. പക്ഷേ പടം കണ്ടാലാണ് അത് കറക്റ്റ് തോന്നുന്നത്. അൽഫോൺസ് പുത്രൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. മൊത്തത്തിൽ ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ ഗ്യാങ് ഗേറ്റ്സ് ഒന്ന് കാണാൻ പറ്റിയ മൂവിയാണ്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഒരു മൊത്തത്തിൽ ഫാമിലി എലമെന്റ്സ് ഉണ്ട്, അതുപോലെ ഫൈറ്റ്, ഇടു ആക്ഷൻ പാക്ഡ് ആണ് പടം. ഇപ്പോൾ ആർഡിഎക്സിനൊക്കെ ശേഷം വീണ്ടും ഷൈൻ തൂക്കാൻ പാകത്തിലുള്ള ഇടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോൾ സൂപ്പറാണ്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും മ്യൂസിക് ആയാലും എല്ലാം സൂപ്പറായിട്ട് നിൽക്കുന്നത്. ഫാമിലിയാണ്, ആക്ഷനാണ്, എല്ലാം ഉണ്ട്, പാക്ഡ് ആണ്, സെറ്റാണ്. ഷൈൻ്റെ പഞ്ചൊക്കെ കാണുമ്പോൾ രോമാഞ്ചം ഉണ്ടായോ? പിന്നെ ഷൈൻ്റെ പെർഫോമൻസ് അല്ലെങ്കിലും സെറ്റ് അല്ലേ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിൽ തന്നെ നമുക്ക് പടം കാണാൻ പറ്റും. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്, കാരണം പാക്ഡ് ആയി വന്നതുകൊണ്ട് തന്നെ ഇപ്പൊ രണ്ടുപേരും സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഒരാളും കൂടി ഒരാൾ കുറഞ്ഞ് അങ്ങനെ നിൽക്കുന്നില്ല, കട്ടയ്ക്ക് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ടീമായിട്ട്. ഇപ്പൊ അതിൽ ഓരോ കബഡി ടീം ഒരു കബഡി സ്റ്റോറി പറയുന്നതാണല്ലോ, അപ്പൊ അതിൽ ഓരോ ടീംസും അവർക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എല്ലാത്തിലും സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാതരം ഓഡിയൻസിനും ഇഷ്ടപ്പെടും. ഏത് പെർഫോമൻസ് ഏറ്റവും കൂടുതൽ റൊമാൻസ് അപ്പൊ അതില് ആക്ഷൻ ആണ് എടുത്തു പറയേണ്ടത്, കാരണം ഫൈറ്റ് സീനൊന്നും ഒരു രക്ഷയില്ല, സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ആ സിനിമയിൽ മുഴുകിയോടെ സൈനികത്തിന്റെ പ്രത്യേകിച്ച് കാസ്റ്റിംഗ് എടുത്തു പറയേണ്ടതാണ്. ആക്ഷൻ ഒരു ബോർഡറിലെ ആ കഥയാണ്. ആ ബോർഡറിലുള്ള ജനങ്ങൾ എങ്ങനെയാണ്, ആ ലെവലിലാണ് ടോട്ടലി നമ്മളെ ഈ പാലക്കാട് പെരിഞ്ഞാമറ ഏരിയയിലുള്ള സ്റ്റോറി. പക്ഷെ അതൊരു ആ പക്ക റിയലിസ്റ്റിക് സ്റ്റോറി ഉണ്ടെന്നാണ് ആ ലെവലിൽ എടുത്തു വെക്കുന്നത്. അതിന്റെ കാസ്റ്റിംഗ്, അതിന്റെ ഡയറക്ഷൻ, BGM എല്ലാം കൊണ്ട് സായി ഉണ്ടായിരുന്നു. മ്യൂസിക് സായി മ്യൂസിക് അടിപൊളിയാണ്. മ്യൂസിക്, ഫൈറ്റ്, ഡയറക്ഷൻ, കാസ്റ്റിംഗ് ഇതൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞു. കബഡി ഉണ്ട്.